നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിഗ്രി ലെവൽ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഹൈക്കോർട്ട് ഓഫ് കേരള അസിസ്റ്റൻറ്റ് വിളിച്ചിരിക്കുകയാണ്. അസിസ്റ്റൻ്റ് ഇൻ ഹൈക്കോർട്ട് ഓഫ് കേരള. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷനിലെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റൻറ്റ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 39,300 മുതൽ 83,000, അതാണ് സ്കെയിൽ ഓഫ് പേ റേഞ്ച് വരുന്നത്. ഇനി ഇതിൽ 2 റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഒറ്റ നോട്ടിഫിക്കേഷൻ തന്നെ 2 കാറ്റഗറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതിൽ 41 വേക്കൻസീസ് ആണ് ആൻറ്റിസിപ്പേറ്റഡ്, പ്രതീക്ഷിക്കുന്നത്. അതിലും കൂടാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് 4 എന്ന് കൊടുത്തിരിക്കുന്നത് അതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ദ ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ ഈ നേരത്തെ വിളിച്ചിരുന്ന ഒരു നോട്ടിഫിക്കേഷനിൽ ബാക്ക്ലോഗ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 45 വേക്കൻസീസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ജോബ് സെർച്ച് India.org വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ആദ്യം പറഞ്ഞതുപോലെ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻസ് നോക്കാം. ആദ്യം പറഞ്ഞതുപോലെ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്. അറ്റ്ലീസ്റ്റ് 50% മാർക്സ് വേണം. ഇല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ലോ ഡിഗ്രി വേണ്ടതാണ്. ഇനി ഒരു കാൻഡിഡേറ്റിന് ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ ലെസ് ദാൻ 50% മാർക്സ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല. അതുപോലെ 49.5 ആണെങ്കിൽ റൗണ്ട് ചെയ്ത് 50 ആക്കുക, അങ്ങനെയൊന്നും സാധിക്കുന്നതല്ല. അപ്പോൾ കറക്റ്റ് 50 ആൻഡ് എബോവ്% ആവശ്യമാണ്. ഇനി SC/ST കാൻഡിഡേറ്റ്സിന് ഈ ഒരു 50% മാർക്സ് വേണം എന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്? കഴിഞ്ഞ വർഷവും ഈ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സെലക്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യം ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, പിന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ട്, അതിന് ശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് 100 മാർക്ക് OMR എക്സാം ആണ്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് വരുന്നത് 60 മാർക്കിലാണ് വരുന്നത്. ഈ ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് നടത്തുന്നതാണ്. അപ്പോൾ അതിനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷിന് 50 മാർക്സും ജനറൽ നോളജ് 40 മാർക്സ്, ഈ ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് 10 മാർക്സ് ആണ്. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് 60 മിനിറ്റ് ആണ് വരുന്നത്. 60 മാർക്സ് ഡ്യൂറേഷനിൽ 60 മിനിറ്റ്, 1 മണിക്കൂറാണ് വരുന്നത്. അതിൽ പ്രസി റൈറ്റിംഗ്, കോംപ്രിഹെൻഷൻ, ഷോർട്ട് എസ്സേ ആണ്. എങ്ങനെയാണ് പ്രസി റൈറ്റിംഗ്, അതുപോലെ കോംപ്രിഹെൻഷൻ എന്താണ്, ഷോർട്ട് എസ്സേ എങ്ങനെയാണ്, അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ നമ്മൾ നേരത്തെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ പ്ലേലിസ്റ്റിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ എല്ലാ വീഡിയോസും, നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. താഴെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഒരു ടെലിഗ്രാം ചാനൽ നമുക്കുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ അതിൽ കൃത്യമായിട്ട് അതിനു വേണ്ടി മാത്രമുള്ള നോട്ട്സും അതുപോലെ ക്ലാസ്സസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും ഏതൊക്കെ ബുക്സ് പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കണം എന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ 10 മാർക്കിനാണ്. ഈ ഇൻ്റർവ്യൂ വിളിക്കണമെങ്കിൽ മിനിമം 35% മാർക്സ് വേണ്ടതാണ്. ഇനി ഇംഗ്ലീഷിലായിരിക്കും ടെസ്റ്റ് വരുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ്റെ ഒരു ലെവലിലായിരിക്കും എക്സാംസ് നടക്കുക. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 500 rupees ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, അൺഎംപ്ലോയിഡ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് ഈ ഒരു പേയ്മെൻറ്റ് ഓഫ് ഫീ വേണ്ട, അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. സ്ക്രൈബ് സപ്പോർട്ട് അതിനുള്ളതും ഫെസിലിറ്റീസ് ഉള്ളതാണ്. ഇനി എല്ലാ ഡിസ്ട്രിക്ട് സെൻറ്റേഴ്സിലും എക്സാം നടത്തുന്നതാണ്. ഇനി അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ട്. പാർട്ട് 1, പാർട്ട് 2 രജിസ്ട്രേഷൻ, അതുപോലെ ഫീ അടയ്ക്കണം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ കൊടുക്കാം. എല്ലാ വീഡിയോസും വിസിറ്റ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എവിടെ ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം, അഡ്മിഷൻ ടിക്കറ്റൊക്കെ അത് നിങ്ങൾക്ക് മെയിൽ വഴി അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ്. പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഈ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. ഏപ്രിൽ 3 മുതലാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുക, അത് ഫില്ല് ചെയ്യാൻ സാധിക്കുക. 2-ാം തീയതി മെയ്യിൽ അത് ഫീ റെമിറ്റ് ചെയ്യാനുള്ള ഓൺലൈൻ മോഡിൽ റെമിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. അതുപോലെ
ഓഫ്ലൈൻ മോഡിൽ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 10/5/2024 മെയ് 10-നാണ് ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ റെമിറ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ ത്രൂ ഓഫ്ലൈൻ മോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 6-ാം തീയതി മെയ് 6-ന് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അതിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.